നമസ്കാരം. പറവൂർ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജനുവരി 31. പറവൂർക്കാർക്ക് പ്രത്യേകതയുള്ള ഒരു ദിവസമാണെന്ന്. പറവൂരിൻ്റെ സാംസ്കാരിക പൈതൃകം വിളിച്ചോതുന്ന, നമ്മുടെ സാമൂഹ്യ ജീവിതവുമായി ബന്ധപ്പെട്ടു കിടക്കുന്ന പറവൂരിൻ്റെ സ്വകാര്യ അഹങ്കാരമായ ചേന്നമംഗലം കൈത്തറി അതിൻ്റെ സുപ്രധാനമായ ഒരു നാഴികക്കല്ല് പിന്നിടുകയാണ്. ചേന്നമംഗലം പഞ്ചായത്തിലെ തന്നെ കൊറ്റാട്ടാൽ എന്ന സ്ഥലത്ത് പണിതുകൊണ്ടിരിക്കുന്ന കൈത്തറി ഗ്രാമത്തിൻ്റെ പുതിയ 2 ഘട്ടങ്ങളുടെ ഉദ്ഘാടനം ഇന്ന് ബഹുമാനപ്പെട്ട കേരള വ്യവസായ നിയമമന്ത്രി ശ്രീ പി രാജീവ് ഉദ്ഘാടനം ചെയ്യുന്നതാണ്. വൈകിട്ട് 5 മണിക്ക് തുടങ്ങുന്ന ചടങ്ങിൽ കേരള പ്രതിപക്ഷ നേതാവും പറവൂർ MLA-യുമായ VD സതീശൻ അധ്യക്ഷനാകുകയും ചെയ്യുന്നു. പെരിയാറിൻ്റെ 2 കൈവഴികൾ വടക്കും തെക്കുമായി അതിരിടുന്ന പറവൂരിൻ്റെ വടക്കു ഭാഗത്തെ കൈവഴിയോട് ചേർന്ന് പ്രകൃതി രമണീയമായ സ്ഥലത്താണ് കൈത്തറി ഗ്രാമം പണികഴിപ്പിച്ചിട്ടുള്ളത്. ഓപ്പൺ എയർ സ്റ്റേജ്, വിശ്രമ സ്ഥലങ്ങൾ, ഓഫീസ്, മ്യൂസിയം, വിൽപ്പനശാല, ക്യാൻറ്റീൻ എന്നിവ 2ാം ഘട്ടത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ആയിരത്തി 1998 മുതൽ 2024 വരെ 26 വർഷക്കാലം ചേന്നമംഗലം കൈത്തറിയുടെ സെക്രട്ടറിയും പ്രസിഡന്റുമായി, നിലവിൽ കൈത്തറി ക്ഷേമനിധി ബോർഡ് സംസ്ഥാന സെക്രട്ടറിയുമായി ശ്രീ TS ബേബിയുടെ വാക്കുകളിലേക്ക്. എൻ്റെ പേര് TS ബേബി. പറവൂർ കൈത്തറി സംഘം 3428-ൻ്റെ 1/4 നൂറ്റാണ്ട് പ്രസിഡൻ്റായിരുന്നു. സ്റ്റേറ്റ് കൈത്തറി കൗൺസിലിൻ്റെ ഒരു ഭാരവാഹി കൂടിയാണ്. കൈത്തറി മേഖലയെ സംബന്ധിച്ച് ഇന്ന്, പ്രത്യേകിച്ച് ചേന്നമംഗലം കൈത്തറിയെ സംബന്ധിച്ച് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിനം കൂടിയാണ്. ഈ മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് യുവാക്കളും യുവതികളും ഈ തൊഴിൽ മേഖലയിലേക്ക് കടന്നു വരാത്തൊരു സാഹചര്യം. പക്ഷെ അതിനൊരു മാറ്റം വരുത്തുന്നതിന് വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കാൻ പോകുന്ന വലിയൊരു പദ്ധതി ചേന്നമംഗലം കൈത്തറി ഗ്രാമം. കൈത്തറി ഗ്രാമത്തിലൂടെ ഉദ്ദേശിക്കുന്നത് പുതിയ തലമുറക്ക് അനുയോജ്യമായ വസ്ത്രം എങ്ങനെ കൈത്തറി മേഖലയിൽ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഇന്ന് കോട്ടൺ വസ്ത്രങ്ങൾക്ക് ഇന്ത്യയിലും യൂറോപ്യൻ നാടുകളിലും വലിയ ഡിമാൻഡാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വസ്ത്ര ഉൽപ്പാദനത്തിലേക്ക് കൈത്തറി മേഖല മാറിയാൽ വലിയ ഭാവിയുള്ള ഒരു ദേശീയ പരമ്പരാഗത വ്യവസായമാണ് കൈത്തറി. പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ നിലവിലുള്ള സംവിധാനത്തിൽ അത് മാറാൻ കഴിയാത്തൊരവസ്ഥ നിലവിലുണ്ട്. പക്ഷെ അതിനൊരു മാറ്റം വരുത്തുന്ന പദ്ധതിയാണ് ചേന്നമംഗലം കൈത്തറി ഗ്രാമത്തിൻ്റെ ഉദ്ഘാടന ചടങ്ങിൻ്റെ
ഘട്ടങ്ങൾ കഴിഞ്ഞാൽ പടിപടിയായി അവിടെ ഡിസൈൻ സെൻറ്റർ, അതോടൊപ്പം തന്നെ ടൂറിസവുമായി ബന്ധിപ്പിച്ച് കൈത്തറി മേഖലയ്ക്ക് ഉണർവേകുന്ന ഒട്ടനവധി പദ്ധതികളും ആവിഷ്കരിക്കുകയാണ്. പുതിയ തലമുറക്ക് അനുയോജ്യമായ വസ്ത്രം ഉൽപ്പാദിപ്പിക്കാനും പുതിയ തലമുറക്ക് ഈ മേഖലയിലേക്ക് കടന്നു വരാൻ കഴിയുന്നൊരു സാഹചര്യം ഇന്ന് ഏറ്റവും കൂടുതൽ അധ്വാനവും കുറഞ്ഞ കൂലിയുമാണ് ഈ മേഖലയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് സമഗ്രമായ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ വ്യവസായത്തിലേക്ക് പുതിയ ആളുകളെ ആകർഷിക്കാൻ കഴിയുള്ളൂ. ആ രീതിയിലുള്ള ശക്തമായ നിലപാടുകൾ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. സംസ്ഥാന ബഡ്ജറ്റിൽ കുറേ കാര്യങ്ങൾ കൈത്തറിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേരളത്തിൻ്റെ മറ്റൊരു മേഖലയിലും കൈത്തറി ഗ്രാമത്തിൻ്റെ തുടക്കം കുറിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് ബഡ്ജറ്റ് സൂചന നൽകിയിട്ടുണ്ട്. നാളെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ബഡ്ജറ്റ് വരാനിരിക്കുകയും ഒരു ദേശീയ പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ കേന്ദ്ര ഗവൺമെൻറ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണ് കൈത്തറി മേഖല. കൈത്തറി മേഖലയിൽ ഏകദേശം ഇന്ത്യയിലെ കൃഷിയും നിർമ്മാണ രംഗത്ത് തൊഴിൽ മേഖല കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്ന ഒരു ദേശീയ പരമ്പരാഗത വ്യവസായം എന്ന നിലയിൽ ഈ മേഖലയിൽ കുറഞ്ഞ മുതൽ മുടക്കിൽ കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിയുന്നൊരു മേഖല. പ്രത്യേകിച്ച് ചേന്നമംഗലം കൈത്തറിക്ക് പ്രളയകാലത്തിന് ശേഷം ഒരുപാട് മാറ്റങ്ങൾ ചേന്നമംഗലം കൈത്തറിയിൽ വരുത്തിയിട്ടുണ്ട്. അതുവരെയും ഡബിൾ മുണ്ടുകളും സെറ്റ് മുണ്ടുകളും കളർ മുണ്ടുകളും ഉൽപ്പാദിപ്പിച്ചിരുന്ന സംഘങ്ങൾ പ്രളയത്തിന് ശേഷം നമ്മുടെ നാട്ടിലെ ഒട്ടനവധി ഡിസൈനർമാർ, അതിൽ സിനിമാ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം വന്ന് സംഘങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി ഒട്ടനവധി സംഭാവനകൾ ചെയ്തതിൻ്റെ ഭാഗമായി ഇപ്പോൾ സാരികൾ നമ്മുടെ യുവതികൾക്ക് വേണ്ട സാരികൾ, യുവാക്കൾക്ക് വേണ്ട ഷർട്ട് പീസ് ഉൾപ്പെടെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പ്രളയം വലിയ ക്ഷീണം കൈത്തറി മേഖലയിൽ ചേന്നമംഗലം മേഖലയിൽ വരുത്തിയെങ്കിലും പ്രളയശേഷം ഉണ്ടായിട്ടുള്ള അനുഭവം ഒരുപാട് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച ഒരു വർഷമാണ് 2018, 19, 20 കാലഘട്ടം. 20ലേക്ക് വരുമ്പോൾ കോവിഡ് സാഹചര്യം എന്തുകൊണ്ടും കൈത്തറി മേഖല വലിയ പ്രതിസന്ധിയിലാണ്. എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കൈത്തറി സംഘങ്ങൾക്ക് നൂല് സപ്ലൈ ചെയ്യുന്നത് എറണാകുളം യാൺ സൊസൈറ്റിയാണ്. പക്ഷേ യാൺ സൊസൈറ്റി നിരവധി മില്ലുകളിൽ നിന്നും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമായ NHDC വഴിയാണ് നൂല് എടുത്ത് അംഗസംഘങ്ങൾക്ക് നൽകുന്നത്. കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യയിലെ 20ഓളം വരുന്ന സ്പിന്നിങ് മില്ലുകൾ, അത് പ്രത്യേകിച്ച് കൈത്തറിക്ക് ആവശ്യമായ കഴിനൂല് ഉൽപ്പാദിപ്പിക്കുന്ന മില്ലുകൾ അടച്ചു പൂട്ടിപ്പോകുന്ന ഒരു സാഹചര്യം. ആ സാഹചര്യത്തിലെല്ലാം വലിയ പ്രതിസന്ധി അതിജീവിച്ചു. കോവിഡാനന്തര കാലഘട്ടത്തിലും ഈ വ്യവസായത്തിന് സ്തംഭനമില്ലാതെ പോകുന്ന ഒരു സാഹചര്യം. ഈ വ്യവസായത്തിൽ പൊതുസമൂഹത്തിൽ നിന്നും കിട്ടുന്ന സപ്പോർട്ട്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലെ പൊതുപ്രസ്ഥാനങ്ങൾ ആകെ രാഷ്ട്രീയത്തിന് അതീതമായി സഹകരണ ബാങ്കുകളും സന്നദ്ധ സംഘടനകളും എറണാകുളം ജില്ലയിലെ കൈത്തറി സംഘങ്ങളെ സഹായിക്കുന്ന കാര്യത്തിൽ വലിയൊരു പങ്ക് പ്രളയത്തിന് ശേഷവും കോവിഡിന് ശേഷവും എല്ലാം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം ഈ മേഖലയ്ക്ക് ഉണർവേകുന്ന ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ച് കൈത്തറി ഗ്രാമം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ രണ്ടാം പിണറായി ഗവൺമെൻറ് അധികാരം ഏറ്റതിന് ശേഷം പ്രത്യേകിച്ച് വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവിൻ്റെ ഒരു പ്രത്യേക താല്പര്യം ഈ പീഡിത വ്യവസായത്തെ എങ്ങനെ സംരക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഒരു ഊർജിതമായ ഒരു നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് കൈത്തറി ഗ്രാമം ഇപ്പോൾ യാഥാർത്ഥ്യമാകുന്നത്. ഈ പദ്ധതി പ്രഖ്യാപിക്കുന്നത് തന്നെ 10-12 വർഷങ്ങൾക്ക് മുൻപാണ്. പക്ഷേ നിലവിലുണ്ടായ ചെറിയ വഴി, ഒട്ടനവധി തടസ്സങ്ങൾ, അവിടെ ഉയർന്നു വരുന്ന ബിൽഡിങ്ങിന് ഫയർ NOC കിട്ടാത്ത ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു പുതിയ വഴിക്ക് വേണ്ടി പ്രത്യേകിച്ച് വ്യവസായ മന്ത്രി പ്രത്യേക താല്പര്യമെടുത്ത് അന്നത്തെ യാൺ ബാങ്ക് ഭരണസമിതിയോട് ആവശ്യപ്പെട്ട് 44 സെൻറ്റ് സ്ഥലം എറണാകുളം ജില്ലയിലെ 9 വ്യക്തികളോട് യാൺ സൊസൈറ്റി സൗജന്യമായി വാങ്ങിച്ച് കൊടുക്കുകയും 4 സെൻറ്റ് സ്ഥലം യാൺ ബാങ്ക് സ്വന്തം ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിച്ച്, അങ്ങനെ 48 സെൻറ്റ് സ്ഥലം പുതിയൊരു വഴിക്ക് വേണ്ടി 5 മീറ്റർ വീതിയിൽ 360 മീറ്റർ നീളത്തിലൊരു പുതിയ വഴിക്ക് വേണ്ടി
സ്ഥലമെടുത്ത് സൗജന്യമായി ഗവൺമെൻറ്റിന് സമർപ്പിക്കുകയും അത് പഞ്ചായത്ത് ഏറ്റെടുക്കുകയും ആ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനം മുഴുവൻ നടത്തിയിട്ടുള്ളത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. അപ്പോൾ ചേന്നമംഗലത്തും പറവൂർ താലൂക്കിലും ഈ കൈത്തറി ഗ്രാമം എന്തുകൊണ്ടും ജനങ്ങൾക്കും കൈത്തറി മേഖലക്കും വലിയ പ്രയോജനം ചെയ്യുന്ന ഒരു പീഡിത വ്യവസായത്തെ സംരക്ഷിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയായി ഈ മേഖലയിൽ പണിയെടുക്കുന്ന മുഴുവൻ ആളുകളും കാണുന്ന ഒരു സാഹചര്യം ഇന്ന് നിലവിലുണ്ട്. 4 ഘട്ടമായി നിർമ്മാണം പൂർത്തിയാക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന പദ്ധതിയുടെ 2ാം ഘട്ടമാണ് നിലവിൽ പൂർത്തിയായിട്ടുള്ളത്. തുടർന്നുള്ള ഘട്ടങ്ങളിൽ ടൂറിസം ഉൾപ്പെടെ പ്രാധാന്യം നൽകി കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. കേരള കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ശ്രീ അറക്കൽ ബാലൻ്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഞാൻ കൈത്തറി തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാനാണ്. ഈ കൈത്തറി വ്യവസായത്തിൽ സാമൂഹ്യ സുരക്ഷിതത്വം ആദ്യം നടപ്പിലാക്കിയത് 1989 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആ തൊഴിലാളികൾക്ക് അന്നു മുതലാണ് പെൻഷൻ കൊടുക്കാൻ തീരുമാനിച്ചത്. 60 വയസ്സ് ആയിരുന്നു പെൻഷൻ പ്രായം. പക്ഷേ VS അച്യുതാനന്ദൻ്റെ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ ചെയർമാനായിരിക്കുമ്പോൾ കോഴിക്കോട് കോമൺവെൽത്ത് ഫാക്ടറിയിൽ അവിടെ 58 വയസ്സ് പ്രൗഢമണ്ട് ബാധകമായ സ്ഥാപനമാണ്. 58 വയസ്സെത്തിയാൽ തൊഴിലാളിനെ പിരിച്ചുവിടും. അതുകൊണ്ട് ആ തൊഴിലാളിക്ക് പെൻഷൻ കിട്ടിയിരുന്നില്ല. ആ വർഷമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അകത്ത് 58 വയസ്സ്, മറ്റെല്ലാ ക്ഷേമനിധികളും 60 വയസ്സാണെങ്കിൽ കൈത്തറി വ്യവസായത്തിൽ 58 വയസ്സാണ് പെൻഷൻ പ്രായമായി പ്രത്യേക രീതിയിൽ പരിഗണിച്ചിട്ടുള്ളത്. ഈ വ്യവസായം മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഒരു തകർച്ച നേരിടുന്ന ഒരു കാലഘട്ടമാണിത്. ആ തകർച്ച നേരിട്ട സന്ദർഭത്തിൽ 755 സഹകരണ സ്ഥാപനമുള്ള സ്ഥലത്ത് 437 സംഘമായി കുറഞ്ഞു. ആ കുറഞ്ഞ ഘട്ടത്തിലാണ് 2016 പിണറായി കേരളത്തിൽ അധികാരത്തിൽ വന്നത്. ആ ഗവൺമെൻറ്റാണ് നമ്മുടെ സംസ്ഥാനത്തിലെ സ്കൂൾ കുട്ടികൾക്ക് യൂണിഫോം കൊടുക്കാൻ തീരുമാനിച്ചത്. സൗജന്യമായിട്ടാണ് കൊടുക്കുന്നത്. ആ യൂണിഫോം വിദ്യാർത്ഥികൾക്ക് നൽകാൻ തീരുമാനിച്ചതോടുകൂടി ഒരു പുത്തൻ ഉണർവ് നമ്മുടെ സംസ്ഥാനത്തിലെ കൈത്തറി തൊഴിലാളികൾക്ക് അനുഭവപ്പെട്ടു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ കൂലി യഥാസമയം നൽകാൻ താമസിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപരോധവും അതിനൊരു കാരണമാണ്. ഇപ്പോൾ 3 മാസത്തെ കൂലി നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട്. അത് കൃത്യമായി ക്രമപ്രകാരം കൊടുക്കാൻ സാധിച്ചാൽ ഈ വ്യവസായത്തിലെ തൊഴിലാളികൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. അതല്ലെങ്കിൽ തൊഴിലാളികൾ കൊഴിഞ്ഞു പോകും. ആ ഒരു സാഹചര്യം കൈത്തറി നേരിടുകയാണ്. ഇതാണ് ക്ഷേമനിധി ബോർഡാണെങ്കിൽ വിദ്യാഭ്യാസ ആനുകൂല്യം 8ാം ക്ലാസ് മുതൽ എല്ലാ വിദ്യാഭ്യാസ കോഴ്സിനും കൊടുക്കുന്നുണ്ട്. 8ൽ പാസ്സായ കുട്ടി, ആ കുട്ടി തന്നെ 9ലായാലും 10ലായാലും മിനിമം 50% മാർക്കുള്ള മുഴുവൻ കുട്ടികൾക്കും വിദ്യാഭ്യാസ സഹായം വ്യത്യസ്ത സംഖ്യയായി കഴിഞ്ഞ കുറച്ച് വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഒരു തീരുമാനമെടുത്തു. +2 വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അകത്തുള്ളത്. 57 ആദ്യത്തെ ഗവൺമെൻറ് പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി 7ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ മുന്നോട്ട് വന്നത്. ഇപ്പോൾ പിണറായി ഗവൺമെൻറ് ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ഡിഗ്രി വരെ
സൗജന്യ വിദ്യാഭ്യാസം നൽകാൻ ആവശ്യമായ തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട് എന്ന ഒരു സന്തോഷ വാർത്ത ഈ സന്ദർഭത്തിൽ ഞാൻ അറിയിക്കുകയാണ്. വിദ്യാഭ്യാസ ആനുകൂല്യം കൊടുക്കൽ മാത്രമല്ല, പ്രസവകാല വേതനം ആ തൊഴിലാളികൾക്ക് നൽകുന്നുണ്ട്. അതുപോലെ തന്നെ 2 പെൺമക്കളുടെ വിവാഹ സഹായം ക്ഷേമനിധി ബോർഡ് നൽകുന്നുണ്ട്. അങ്ങനെ വ്യത്യസ്ത ആനുകൂല്യങ്ങൾ, വിദ്യാഭ്യാസവും വിവാഹവും പ്രസവകാല വേതനവും ചികിത്സാ സഹായവും ഇതെല്ലാം ക്ഷേമനിധി ബോർഡ് ദൈനംദിനം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ കൈത്തറിയുടെ തകർച്ചയ്ക്കൊരു കാരണം കേന്ദ്ര ഗവൺമെൻറ് യാൺ സബ്സിഡി നൽകിക്കൊണ്ടിരിക്കുന്നതിൽ അത് 2%. 2% യാൺ സബ്സിഡി തരുന്ന കേന്ദ്ര ഗവൺമെൻറ് അത് 15,000 രൂപ ഒരു മാസത്തിൽ ചുരുക്കി മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു നടപടി വന്നു. മറ്റൊന്ന്, കേന്ദ്ര ഗവൺമെൻറ് 10% മാർക്കറ്റ് ഇൻസെൻറ്റീവ് എന്ന നിലയിൽ നൽകേണ്ടായിരുന്നു. അതും കേന്ദ്ര ഗവൺമെൻറ് നിർത്തൽ ചെയ്തു. ഇതെല്ലാം കൈത്തറി വ്യവസായത്തെ യാൺ സബ്സിഡിയും പ്രൊഡക്ഷൻ ഇൻസെൻറ്റീവ് എല്ലാം ഒരു ഭാഗത്ത് നിർത്തുന്നു. റിബേറ്റ് കാലാകാലമായി 20% റിബേറ്റിൽ 10% കേന്ദ്ര ഗവൺമെൻറ്റും 10% സംസ്ഥാന ഗവൺമെൻറ്റുമാണ്. അന്ന് VS-ൻ്റെ ഗവൺമെൻറ് ഇളമന കരീം വ്യവസായ മന്ത്രിയായിരിക്കുന്ന സന്ദർഭത്തിലാണ് ആ 10% നൽകിക്കൊണ്ടിരിക്കുന്ന റിബേറ്റ് കേന്ദ്ര ഗവൺമെൻറ് നിർത്തൽ ചെയ്തത്. അതിപ്പോൾ 20% കൊടുക്കുന്നത് മുഴുവൻ സംഖ്യയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ മാത്രമായി 10% അവരതില്ലാതെ 20% സംസ്ഥാന ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത്. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഈ വ്യവസായത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധമുള്ള നടപടികളാണ് നൽകിക്കൊണ്ടിരിക്കുന്ന തീരുമാനം എല്ലാം നിർത്തൽ ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ഗൗരവാവസ്ഥ നമ്മുടെ മുമ്പിലുണ്ട് എന്ന കാര്യം ഞാനിവിടെ അതുമായി ബന്ധപ്പെട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. കേന്ദ്ര ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ അകത്തെ ലോകത്ത് തന്നെ പരുത്തിപ്പാടത്തിൽ അതിൻ്റെ 50% പരുത്തിപ്പാടവും ഇന്ത്യക്കകത്താണുള്ളത്. അതിൽ 15% പാടം മാത്രമേ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ. ഒരു ഭാഗത്ത് കാർഷിക രംഗത്ത് പരുത്തിപ്പാടം ഫലപ്രദമായി പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായി യാൺ കിട്ടുന്നതിലും വലിയ വില കൊടുക്കാനും നിർബന്ധിക്കപ്പെടുന്നു എന്നതാണ് മറ്റൊരു കാര്യം. ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തിൻ്റെ അകത്തും ഏറ്റക്കുറച്ചിലോടുകൂടി കൈത്തറി പ്രവർത്തിക്കുന്നുണ്ട്. കേരളം മൊത്തം കൈത്തറി തൊഴിലാളികളിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിശോധിച്ച് നോക്കിയാൽ തൊഴിലാളികളുടെ എണ്ണത്തിൽ 13ാം സ്ഥാനമാണ്. പക്ഷേ കേരളത്തിൽ ആ കൈത്തറി തൊഴിലാളികൾക്ക് നൽകേണ്ട ആ യാൺ നൂൽ പരുത്തിപ്പാടം ഉപയോഗിക്കുന്നില്ല എന്നതൊരു ഭാഗത്ത്. 23 ടെക്സ്റ്റൈൽ മില്ലുകൾ ഈ കേന്ദ്ര ഗവൺമെൻറ് നാഷണൽ ടെക്സ്റ്റൈൽസ് കോർപ്പറേഷൻ്റെ 23 മില്ലുകൾ അടച്ചുപൂട്ടിയതിൻ്റെ ഫലമായി നൂൽ കിട്ടാക്കനിയായി മാറുന്നുവെന്ന് മാത്രമല്ല, കിട്ടുന്ന നൂലിന് വലിയ വില കൊടുത്ത് ഈ വ്യവസായത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം കേന്ദ്ര ഗവൺമെൻറ് വരുത്തി വെച്ചിട്ടുണ്ട് എന്ന കാര്യവും ചൂണ്ടിക്കാണിക്കുകയാണ്. ഇതിനെതിരായി തൊഴിലാളികൾ നിരന്തരമായി ശബ്ദം ഉയർത്തി സമരം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ്
അത് ചെവിക്കൊള്ളാൻ തയ്യാറാകാത്ത സമീപനമാണ് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. വരും നാളുകളിൽ ഇനിയും വലിയ പ്രക്ഷോഭത്തിൻ്റെയും സമരത്തിൻ്റെയും വേലിയേറ്റമാണ് ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യവും കൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. 1954 പ്രവർത്തനം ആരംഭിച്ച നമ്പർ 3428 പറവൂർ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘമാണ് ചേന്നമംഗലം പറവൂരിലെ ഏറ്റവും വലിയ സംഘം. വലുതും ചെറുതുമായ 13 സഹകരണ സംഘങ്ങൾ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്നു. നിലവിലെ സംഘം സെക്രട്ടറി പ്രിയദർശിനിയുടെ വാക്കുകളിലേക്ക്. ഞാൻ പ്രിയദർശിനി, പറവൂർ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം ക്രിപ്റ്റൻ നമ്പർ 3428 സെക്രട്ടറിയാണ്. ഞാൻ 12 വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു. എറണാകുളം ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷനും ഏറ്റവും കൂടുതൽ സെയിലും നടക്കുന്ന സൊസൈറ്റിയാണ്. 2 കോടിയുടെ അടുത്ത പ്രൊഡക്ഷനും 2 കോടിയുടെ അടുത്ത് വിൽപ്പനയുമാണ് ഈ സൊസൈറ്റിയിലുള്ളത്. 60-ഓളം തൊഴിലാളികൾ സംഘം ഈവനിങ് സെൻറ്ററിലും ബാക്കി തൊഴിലാളികൾ 75ഓളം തൊഴിലാളികൾ അതാണ് അവരുടെ വീടുകളിലുമാണ് വർക്ക് ചെയ്യുന്നത്. ആകെ 35ഓളം തൊഴിലാളികൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. സാരി, സെറ്റ് മുണ്ട്, ഡബിൾ മുണ്ട്, സിംഗിൾ മുണ്ട്, ഷർട്ട് പീസ്, ബെഡ്ഷീറ്റ്, തോർത്ത്, കൈലി മുണ്ടുകൾ ഇങ്ങനെയുള്ള എല്ലാ ഐറ്റവും ഇവിടെ നെയ്യുന്നുണ്ട്.
പറവൂരിന്റെ വികസന കുതിപ്പിനൊപ്പം ഇന്ന് 2 ബജറ്റുകൾക്കിടയിലുള്ള ഈ സന്ദർഭത്തിൽ ചേന്ദമംഗലം കൈത്തറിയും കുതിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ചേന്ദമംഗലം കൈത്തറിയെക്കുറിച്ചുള്ള വിശദമായ റിപ്പോർട്ട് താമസിയാതെ എൻ പറവൂർ വാർത്തകളിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്.